നമസ്കാരം. അരവിന്ദ് കെജ്രിവാൾ ഇനി എന്തു ചെയ്യും? ഇപ്പോൾ MLA പെൻഷനായി മാസം 17,000 രൂപ വാങ്ങി കഴിയേണ്ട സ്ഥിതിയിലാണ് മുൻ മുഖ്യമന്ത്രി എന്നതല്ല പ്രതിസന്ധി. ഒരു വരുമാനവും പ്രത്യക്ഷത്തിലില്ലാതെയാണ് 2006-ൽ IRSൽ നിന്ന് രാജിവെച്ച് അരവിന്ദ് കെജ്രിവാൾ പൂർണ്ണസമയ പൊതുപ്രവർത്തകനാകുന്നത്. ഇന്നും അങ്ങനെ തന്നെ. അന്നത്തെ കെജ്രിവാൾ അല്ല ഇന്നത്തെ മുൻ മുഖ്യമന്ത്രി എന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി. അന്ന് അഴിമതി വിരുദ്ധ പോരാട്ടത്തിന്റെ അപ്പോസ്തലനായിരുന്നു. സ്വന്തം റവന്യൂ സർവീസിലെ താപ്പാനകളെ മുഴുവൻ പൂട്ടിയ സൂപ്പർ ഹീറോയുമായിരുന്നു. പരിവർത്തന എന്ന സംഘടനയിലൂടെ റവന്യൂ സർവീസിൽ കാര്യമായ മാറ്റം കൊണ്ടുവന്ന ഏകാംഗ പോരാളിയായിരുന്നു. പൊതു താൽപര്യ ഹർജികളുടെയും വിവരാവകാശ നിയമത്തിന്റെയും ഏറ്റവും വലിയ പ്രചാരകനായിരുന്നു. അന്ന് എന്തൊക്കെയായിരുന്നോ അതിൻ്റെയൊക്കെ മറുപുറമാണ് ഇന്നത്തെ അരവിന്ദ് കെജ്രിവാൾ. തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ഏത് വർഗീയത പറയാനും മടിയില്ലാത്തയാൾ, അഴിമതി കേസിൽ അറസ്റ്റിലായി ജയിലിൽ കിടക്കേണ്ടി വന്നയാൾ, അറസ്റ്റിലായപ്പോഴും മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് പിടിവിടാത്ത അധികാരഭ്രമം ബാധിച്ചയാൾ, എല്ലാത്തിനുമുപരിയായി ജനത വോട്ട് ചെയ്ത് തോൽപ്പിച്ചയാളുമാണ് അരവിന്ദ് കെജ്രിവാൾ. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. മാഞ്ഞുപോയോ കെജ്രിവാൾ പറഞ്ഞിരുന്ന പരിവർത്തനം? അരവിന്ദ് കെജ്രിവാൾ തോൽക്കാനുണ്ടായ കാരണങ്ങൾ ഒന്നൊന്നായി നോക്കാം. ഒന്നാമത്തേത് മദ്യനയ അഴിമതി കേസ് തന്നെയായിരുന്നു. അരവിന്ദ് കെജ്രിവാളിനോ ആം ആദ്മി പാർട്ടിക്കോ മദ്യനയം തിരുത്തിയതുകൊണ്ട് നേട്ടമൊന്നും ഉണ്ടായില്ല എന്ന് ഇതുവരെ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം ആരോപണ വിധേയരായ കമ്പനിക്ക് മദ്യനയം തിരുത്തിയപ്പോൾ നേട്ടമുണ്ടാവുകയും ചെയ്തു എന്നാണ് കുറ്റപത്രം. കുറഞ്ഞത് ഗോവ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി ചെലവഴിച്ച പണം ഈ മദ്യ കമ്പനിയിൽ നിന്ന് കിട്ടിയതല്ല എന്നെങ്കിലും സ്ഥാപിക്കാൻ സാധിക്കണമായിരുന്നു. അതൊന്നും ഉണ്ടായില്ല. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയും ജയിലിലായത് അകാരണമായാണ് എന്നും ജനത്തിന് ബോധ്യപ്പെട്ടില്ല. ന്യൂഡൽഹി സീറ്റിൽ കെജ്രിവാൾ ജയിക്കുകയെങ്കിലും ചെയ്തിരുന്നെങ്കിൽ അധികാരം പോയാലും പറഞ്ഞു നിൽക്കാമായിരുന്നു. എന്തുകൊണ്ട് ജനപ്രീതി ഇടിഞ്ഞു? നരേന്ദ്രമോദിക്കെതിരെ വഡോദരയിൽ മത്സരിച്ചാണ് കെജ്രിവാൾ മുഖ്യധാരാ രാഷ്ട്രീയം ആരംഭിച്ചത്. ശരിക്കും കെജ്രിവാളും BJPയും തമ്മിലുള്ള അന്തരം ഈ ഒരു മത്സരം മാത്രമായിരുന്നു. BJPയുമായി ആശയപരമായി എന്തെങ്കിലും അന്തരം ആം ആദ്മി പാർട്ടിക്കുണ്ട് എന്ന് തെളിയിക്കാൻ ഇക്കാലത്തൊന്നും കഴിഞ്ഞില്ല. 2019-ൽ അയോധ്യയിൽ നിന്ന് പ്രചാരണം തുടങ്ങിയ ആളാണ് അരവിന്ദ് കെജ്രിവാൾ. ഭൂമി ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുത്ത് ഉത്തരവൊന്നും അക്കാലത്ത് വന്നിരുന്നില്ല. രാമരാജ്യമാണ് ഇന്ത്യയിൽ വേണ്ടത് എന്നായിരുന്നു അന്ന് എല്ലാ പ്രചാരണ യോഗങ്ങളിലും കെജ്രിവാൾ പ്രസംഗിച്ചത്. BJP എന്തു പറഞ്ഞിരുന്നോ അത് തന്നെയാണ് കെജ്രിവാളും പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രതിപക്ഷ സംഘടനകളെല്ലാം ഒന്നിച്ച CAA വിരുദ്ധ സമരത്തിൽ ആം ആദ്മി പാർട്ടി പങ്കെടുത്തില്ല. മാത്രമല്ല CAA ആവശ്യമാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ആർട്ടിക്കിൾ 370 വിഷയത്തിൽ BJP നിലപാടിനെ പിന്തുണച്ചതും ഇതേ ആം ആദ്മി പാർട്ടിയാണ്. അത് വലിയ ഞെട്ടലോടെയാണ് BJP ഒഴികെയുള്ള കക്ഷികൾ കണ്ടത്. അയോധ്യയിലെ സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്ത ഏക പ്രതിപക്ഷ കക്ഷിയും ആം ആദ്മി പാർട്ടിയായിരുന്നു. ഹനുമാൻ ചാലീസയും സനാതന ധർമ്മ സംരക്ഷണ സമിതി രൂപീകരണവും ഒക്കെ ആയതോടെ BJPയും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള വ്യത്യാസം NDAയുടെ ഭാഗമല്ല എന്നത് മാത്രമായിരുന്നു. ഇന്ത്യ മുന്നണിയിൽ ഉണ്ട് എന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന സ്ഥിതിയിലും ആയിരുന്നില്ല കെജ്രിവാൾ. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഖ്യം ഉണ്ടാക്കിയെങ്കിലും 2025-ൽ പൂർണ്ണ ശത്രുക്കളെ പോലെയായിരുന്നു പ്രവർത്തനം. ഇന്ത്യ മുന്നണിയുടെ കൂടെയല്ല NDAയിലാണ് കൂടുതൽ യോജിക്കുക എന്ന നയങ്ങളാണ് ഓരോ ഘട്ടത്തിലും കെജ്രിവാൾ ഉയർത്തിയത്. അതിലൊക്കെ ഗുരുതരമായ വേറൊരു വിഷയം കൂടി ഉണ്ടായിരുന്നു. ജഹാംഗീർപുരിയിലെ വർഗീയ ലഹളയിൽ ഒന്നും ചെയ്തില്ല എന്ന ആരോപണമായിരുന്നു അത്. 81% ഹിന്ദു വോട്ടുള്ള ഡൽഹിയിൽ കെജ്രിവാൾ കാണിച്ച രാഷ്ട്രീയ അഴിമതിയായിരുന്നു ഈ വർഗീയ പ്രീണനം. മദ്യനയ അഴിമതിയേക്കാൾ ആഴത്തിൽ മുറിവുണ്ടാക്കിയത് ഈ വർഗീയ നാട്യങ്ങളായിരുന്നു. BJPയെ പോലെ ഒരു ഹിന്ദുത്വ പാർട്ടി മുന്നിലുള്ളപ്പോൾ എന്തിന് കെജ്രിവാളിനെ ജയിപ്പിക്കണം എന്ന ചോദ്യമാണ് ഡൽഹിയിൽ ഉയർന്നത്. കെജ്രിവാളിന്റെ ഈ തകർച്ചയിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ബദൽ സ്വപ്നങ്ങൾ കൂടിയാണ് കൊഴിഞ്ഞത്. ജനസംഘവും ജനതാ പാർട്ടിയും പിന്നെ ഭാരതീയ ജനതാ പാർട്ടിയുമായി 75 ആണ്ടിന്റെ പാരമ്പര്യമുള്ള BJP ഒരു വശത്ത്, മറുവശത്ത് 1.25 നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇത് രണ്ടും കഴിഞ്ഞാൽ ദേശീയ ബദൽ എന്നൊന്ന് ഇപ്പോൾ ഇന്ത്യയിലില്ല.
മമത ബംഗാളിലും സ്റ്റാലിൻ തമിഴ്നാട്ടിലും CPIM കേരളത്തിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നു. അഴിമതിയും സ്വജന പ്രീണനവും മുഖമുദ്രയായിരുന്ന പരമ്പരാഗത പാർട്ടികൾക്ക് ഒരു ബദൽ ആകും എന്ന് കരുതിയത് ആം ആദ്മി പാർട്ടിയായിരുന്നു. ഡൽഹിയിലും പിന്നെ പഞ്ചാബിലും ആ കാഹളം മുഴങ്ങുകയും ചെയ്തു. പക്ഷേ കേജ്രിവാൾ എന്തിനെതിരെയാണോ പട നയിച്ചത് ആ കുറ്റത്തിൽ തന്നെ പ്രതിയാക്കപ്പെട്ടു. 2.5 പതിറ്റാണ്ടിന്റെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായ ആ ജയിൽവാസം കൊണ്ട് ഇല്ലാതായി. ജനങ്ങളുടെ കോടതിയിൽ ജയിക്കുമെന്ന ആത്മവിശ്വാസം ആവിയായി പോയി. യമുന പോലെ മലിനമാക്കപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പലർക്കൊപ്പം ഒഴുകുന്ന ഒരു പൊങ്ങുതടി മാത്രമാണ് ആം ആദ്മി പാർട്ടി. അത് അങ്ങനെയല്ല എന്ന് തെളിയിക്കാൻ ഇനി ആം ആദ്മി പാർട്ടിക്ക് സാധിക്കണമെങ്കിൽ മഹാത്ഭുതങ്ങൾ ഉണ്ടാകണം. തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ ഇനിയും ഉണ്ടാകാം. എന്നാൽ വേറിട്ട പാർട്ടി എന്ന ലേബൽ എടുത്തണിയാൻ ഇനി കഴിയണമെന്നില്ല. രാജ്യത്ത് ഒരു യഥാർത്ഥ രാഷ്ട്രീയ ബദൽ ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞ് സ്പോട്ട്ലൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി. നമസ്കാരം.